ഒന്നുമില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ എന്തുമാത്രം വേദനകളാണ് നാം ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കാണ് പലപ്പോഴും നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാനാണ് പ്രയാസം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും കൈവശമുള്ളവനും നീയും തുല്യനത്രേ. സന്തോഷം എന്നത് ഒരു സ്ഥലമല്ല, ഒരു പ്രക്രിയയാണ്. സന്തോഷമായി തുടരാൻ ശരിയായ മനോഭാവം ആവശ്യമാണ്. അസന്തുഷ്ടിയുടെ പ്രാഥമിക കാരണം ഒരിക്കലും സാഹചര്യമല്ല, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ്. എളുപ്പത്തിൽ ലഭിക്കുന്നത് എന്തും എളുപ്പത്തിൽ തന്നെ നഷ്ടമാകുന്നു. ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിടത്ത് നിന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നമ്മൾ നമുക്കായി ജീവിച്ചു തുടങ്ങും. വേവലാതി ഒരു സമയം പാഴാക്കലാണ്. അത് ഒന്നിനെയും മാറ്റില്ല. നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുകയും ഒന്നും ചെയ്യാതെ നിങ്ങളെ വളരെ തിരക്കിലാക്കി മാറ്റുകയും ചെയ്യുന്നു. കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. ജീവിതത്തിൽ 2 കാര്യങ്ങൾ പഠിക്കുക. ആദ്യത്തേത് നിശബ്ദത പാലിക്കുക, രണ്ടാമത്തേത് ക്ഷമിക്കുക. കാരണം നിശബ്ദതയേക്കാൾ വലിയ ഉത്തരമില്ല, ക്ഷമിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയുമില്ല. വിജയത്തിൽ ആഘോഷിക്കരുത്, എതിരാളിയുടെ തോൽവിയിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. ഒന്നും നമ്മളിൽ നിന്ന് വിദൂരമല്ല, എല്ലാത്തിനും കാലം സാക്ഷിയാണ്. എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം, എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. മുന്നിലേക്ക് നോക്കുക, എല്ലാം നമ്മളെ തേടി വരും. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. എന്തു വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കുമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആഴത്തിലുള്ള സ്നേഹവും സ്നേഹിക്കപ്പെടാൻ ഉള്ള മനസ്സും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ സ്നേഹം അതിൻ്റെ ഭംഗിയോടുകൂടി എന്നും നിലനിൽക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം കുറയുന്നതിനനുസരിച്ച് അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയവും കുറഞ്ഞു വരും. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നമ്മൾ നൽകുന്നത് എന്ന് ഓർമ്മ വേണം. ഭയക്കരുത്, കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കണ്ണു നിറയുന്നതിൻ്റെ പേരാണ് സ്നേഹം. അത് സൗഹൃദമായാലും പ്രണയമായാലും കുടുംബമായാലും. മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക. നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു കാര്യം മറക്കാതിരിക്കുക, നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ കുറവുകളും പറയും. വിശദീകരണങ്ങൾ പറയാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം പലരും അവർ കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചെവി കൊടുക്കൂ. കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. ഓരോ അവഗണനകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്, പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. പനിനീർ പൂക്കളെ ആഗ്രഹിക്കുന്നവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളെ മറക്കരുത്. കൂടെയുണ്ടാകും എന്ന് നാം കരുതുന്ന ഓരോ ബന്ധങ്ങളും നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് കാലം തെളിയിച്ചു തരും. പലപ്പോഴും ആദ്യം ക്ഷമ ചോദിക്കുന്നത്
തെറ്റ് ചെയ്തവർ ആയിരിക്കില്ല, മറിച്ച് ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവർ ആയിരിക്കും. മനുഷ്യൻ രണ്ട് കാര്യങ്ങളിൽ നിസ്സഹായരാണ്. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. രണ്ട്, സന്തോഷം എവിടെ നിന്നും വാങ്ങാൻ കിട്ടുന്നില്ല. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണം നിങ്ങളാണെങ്കിൽ നിങ്ങളോളം വിജയിച്ചവർ മറ്റാരുമില്ല. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. എന്താകും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല.